ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇത് ഞാൻ മക്കളും കൂടെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കോയമ്പത്തൂർ പോയതായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ എറണാകുളം മെട്രോ സ്റ്റേഷനിൽ മെട്രോ കയറി. പിന്നെ എറണാകുളം സൗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിൻ കേട്ടോ, കോയമ്പത്തൂരേക്ക് ട്രെയിൻ. അങ്ങനെ മെട്രോ കയറി നേരെ സൗത്ത് പോയി ഇറങ്ങിയാൽ നമുക്കവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് ട്രെയിൻ അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിൻ കേട്ടോ, എറണാകുളം നിന്ന് എടുക്കുന്ന ട്രെയിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. പക്ഷേ ഞാൻ രാവിലെ പോകുമ്പോൾ ഫുഡൊന്നും കഴിക്കാതെ ഞങ്ങൾ പോയി. ഞാൻ അടുക്കി പെറുക്കലും ക്ലീനിങ് ഉള്ളത് കാരണം അതൊക്കെ ഒതുക്കിയതിന് ശേഷം ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്നാക്സൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് പിന്നെ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചൊരു ഉറക്കമൊക്കെ ഉറങ്ങി അങ്ങനെ അവിടെ എത്താറായി, കോയമ്പത്തൂർ എത്താറായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷന് മുന്നോട്ട് പോയിട്ടാണ് ഞങ്ങൾക്ക് ബസ് കയറാം. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ബസ് കയറിയിട്ടാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. ഓട്ടോയ്ക്കൊക്കെ ഭയങ്കര കത്തി പൈസ അവിടെ. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ അവിടുന്ന് ബസ് കയറണം. ബസ് കയറുമ്പോൾ ഒരു 15 കിലോമീറ്റർ അങ്ങനെ എങ്ങാണ്ട് തോന്നുന്നു കേട്ടോ. മറന്നുപോയി, കറക്റ്റിക്ക് ഓർമ്മയില്ലേ. അങ്ങനെ അവിടുന്ന് ബസ് കയറാൻ വേണ്ടി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ബസ്സുകളുടെ പേരെല്ലാം ഉണ്ടാവും, സ്ഥലത്തേക്ക് പേരെല്ലാം ഉണ്ട്, അവിടെ നമ്പറുകളാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ്സുകൾ കുറവാട്ടോ. അവിടെ അരമണിക്കൂർ കൂടുമ്പോഴാണ് ബസ് വരിക എന്ന് പറഞ്ഞവർ ചോദിച്ചപ്പോൾ. അങ്ങനെ ബസ് കയറി. കുറേ ബായിമാരും അണ്ണന്മാരും ഒക്കെ തന്നെയായിട്ടുള്ളത് ബസ്സിൽ. പിന്നെ ഞങ്ങൾ കയറിയ ബസ്സിൽ കുറച്ച് മലയാളീസ് ഉണ്ട്. അവർ എന്തോ ട്രിപ്പ് പോകുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് മലയാളീസിനെ കണ്ടു ഈ ബസ്സിൽ. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഒരു ഹോട്ടലിലേക്കാട്ടോ പോയത്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ലേറ്റായി, കുറേ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതേ ഹോട്ടലിൽ അവിടെ വെള്ളത്തിൽ മല്ലിയിലും നാരങ്ങയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ വീടിൻ്റെ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കിച്ചൺ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ടാപ്പ്, പിന്നെ ഇതിങ്ങനൊരു റൂം, പിന്നെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബെഡ് ഇടാനുള്ള സ്പേസ്, പിന്നെ മുന്നോട്ട് ഇങ്ങനത്തെ സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അങ്ങനെ പുറത്തോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയിട്ട് അവിടെ പകൽ ഭയങ്കര ചൂടാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്ക് ഇച്ചിരി ചൂട് കുറയും. പിന്നെ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ് രാത്രിത്തെ ക്ലൈമറ്റ് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ അലക്കുന്ന കല്ലൊക്കെ വീടിൻ്റെ പുറത്താണ് ഉണ്ടാവുക. നമ്മൾ അലക്കുന്ന കല്ല് ഉള്ളിലല്ല, അവരുടെ വീടിൻ്റെ പുറത്ത് അലക്കുന്ന കല്ല് ഒട്ടുമിക്ക വീടിൻ്റെ കേട്ടോ. ഈ ഏരിയയിലൊക്കെ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. ഇനി വേറെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം ഞാൻ പറഞ്ഞതാണ്. അലക്കുന്ന കല്ലുകൾ മൊത്തം പുറത്ത് മതിലിൻ്റെ നമ്മളെ വീടിൻ്റെ മതിലിൻ്റെ പുറത്തുണ്ടാവും. അപ്പോൾ അതേ മോള് പറഞ്ഞത് അമ്മ അവിടെ ഒരു മയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് മോള് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേ അവിടെ ഒരു മയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഇവിടെ ഒത്തിരി ഉണ്ടാവും മയിൽ, ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കലുണ്ട് ചില സമയത്ത് മയിലുകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവർ. അങ്ങനെ ഞങ്ങൾ ആ മയിലിനൊക്കെ നോക്കി അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ ചെറിയ പെട്ടിക്കടയിൽ പോയിട്ട് വന്നിട്ട് സാധനം മേടിക്കേണ്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പുളിച്ചാറിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് അവിടെ ഒത്തിരി പുളിച്ചാറുണ്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ. പുളിച്ചാറെന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്തോന്ന് പറയുന്നത് ഇതിൻ്റെ പേര്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് അവിടെ അടുത്തൊരു പഴനിയുമായിട്ടൊരു ക്ഷേത്രമുണ്ട്, ഒരു കുന്ന് കയറിയിട്ട് പോകണ്ടേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ചിട്ട് നേരെ ആ അമ്പലത്തിലോട്ട് പോയിട്ട് അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അത് കാരണം അമ്പലത്തിൻ്റെ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പുറത്തുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.